ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചുരിദാറിൻ്റെ സ്ലീവ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങോട് കൂടിയുള്ള സ്ലീവാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അത് എങ്ങനെ നമുക്ക് തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഇത്ത കൊണ്ടുവന്നതാണ് അവരുടെ ചുരിദാറിൻ്റെ സ്ലീവ് ആണി വെച്ച് കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു സ്ലീവ് അതിന്മേക്ക് വെച്ച് പിടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മെയിൻ തുണിയും ലൈനിങ് തുണിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മാറ്റി തയ്ച്ച് കൊടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പഴയ സ്ലീവ് അയച്ചിട്ട് പുതിയൊരു സ്ലീവ് നമ്മൾ ചുരിദാറിന്മേൽ വെച്ച് കൊടുക്കണം. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കണ്ട് ചെറിയ വരുമാനമൊക്കെ കണ്ടെത്തുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ. ഇതേപോലെ നിങ്ങളുടെ കയ്യിലൊക്കെ സ്ലീവിന് എന്തെങ്കിലും വല്ല പോറലോ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ സ്ലീവ് ഒന്ന് മാറ്റി തയ്ച്ചെടുക്കാൻ പറയുമ്പോൾ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൂട്ടാവാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഞാൻ ഈ ഒരു ചുരിദാർ ശരിയാക്കി എടുക്കണമെന്ന് നോക്കട്ടോ. ഇതിന് സ്ലീവ് എങ്ങനെ തയ്ച്ചെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ചുരിദാർ. ഈ ഒരു ചുരിദാറിൻ്റെ സ്ലീവ് നമ്മൾ അയച്ച് മാറ്റിയെടുക്കണം. എന്നിട്ട് നല്ലൊരു സ്ലീവ് നമ്മൾ ഇതിന്മേൽ വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു വശത്ത് ആണി കൊണ്ടുകണ്ട് കീറിപ്പോയിട്ടുണ്ട്. കണ്ടില്ലേ, എവിടെയോ കൊളുത്തിയിട്ട് കീറിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു ചുരിദാറിന് നല്ലൊരു സ്ലീവ് ഇതിമേ നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലീവ് ഉള്ളൂ നമുക്ക് കീറിപ്പോയിട്ട് ഉള്ളൂ എന്നെങ്കിലും നമ്മൾ സ്ലീവ് മാറ്റുമ്പോൾ രണ്ട് സ്ലീവും നമ്മൾ അയച്ച് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് സ്ലീവിനും കൂടി ഇല്ല തുണി നമ്മൾ വാങ്ങി വെക്കണം. രണ്ട് സ്ലീവും വേണം നമ്മൾ ഒരുമിച്ച് തയ്ക്കാൻ. കാരണം എങ്ങനെയായാലും നമ്മൾ എത്ര മാച്ച് ചെയ്ത് തുണി വാങ്ങിച്ചാലും ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെ അയച്ച് മാറ്റിയെടുക്കുമ്പോൾ രണ്ട് സ്ലീവിന് ഉള്ള തുണി നമ്മൾ വാങ്ങുക. എന്നിട്ട് പഴയ സ്ലീവ് നമ്മൾ ഇതിമെന്ന് അയച്ച് മാറ്റി കൊടുക്കുക. എന്നിട്ട് പുതിയ സ്ലീവ് നമുക്ക് ഇതിമേ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സ്ലീവിൻ്റെ അറ്റഭാഗത്തുള്ള ലേസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇനി പുതിയ സ്ലീവ് വെക്കുമ്പോൾ അതിമേയും വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല മാച്ചിങ് ആയ സ്ലീവ് തന്നെ ആയി കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കണമെന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സ്ലീവ് അയച്ച് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടുത്തെ ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് തുന്നുണ്ടല്ലോ, ഷേപ്പ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് തുന്നൊന്ന് ആദ്യം അയച്ചെടുക്കാം. അപ്പോൾ ഇവിടെ തോനൊന്നും അയച്ചെടുക്കണ്ട കേട്ടോ. 2 ഇഞ്ച് വീതിയിൽ മാത്രം ഒന്ന് അയച്ചെടുക്കുക. എന്നിട്ട് കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ചുരിദാറും സ്ലീവും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത കൈക്കുഴ ഒരു ഭാഗം അതും കൂടി തുന്നി അയച്ചെടുത്താൽ നമ്മൾ 2 സ്ലീവും ഇതിമെന്ന് വേർതിരിച്ച് കിട്ടും. അപ്പോൾ അതാ ഞാൻ 2 സ്ലീവും ഇതേപോലെ അയച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അയച്ചെടുത്താൽ മതി കേട്ടോ. സ്ലീവിൻ്റെ മൊത്തം തുന്നൊന്നും നമുക്ക് അയച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈക്കൂടെ ആ ഒരു ഭാഗത്തെ തുന്ന് മാത്രം ഒന്ന് അയച്ചെടുക്കുക. ഇനി താഴത്തെ ഈ ഒരു ലേസ് നമുക്ക് അയച്ചെടുക്കണം. അത് ഞാൻ പിന്നീട് ആണ് അയച്ചെടുക്കുന്നത് കേട്ടോ. അത് നമ്മളെ സ്ലീവ് തയ്ച്ചതിന് ശേഷം ആദ്യം നമുക്ക് ലേസ് പിടിപ്പിച്ചെടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആ ലേസ് അയച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ലൈനിങ് തുണിയിലാണ് ആദ്യം സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണത്. എന്നിട്ട് അത് വെച്ചിട്ട് നല്ല തുണിയിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തുണി എടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തുണി സേവ് ചെയ്ത് കണ്ട് കട്ട് ചെയ്യാൻ പറ്റുക ആദ്യം നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുണി രണ്ടായിട്ട് ഇതേപോലെ നീളത്തിന് ഇങ്ങനെ മടക്കി ഇട്ട് കൊടുത്തേക്കാണ്. കണ്ടില്ലേ, ഇതേപോലെ മടക്കി 2 സ്ലീവിനും കൂടി ഇതേപോലെ തുണി രണ്ടായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ നമ്മൾ അയച്ച് വെച്ച സ്ലീവ് ഇതിമേ വെച്ചിട്ട് ഈ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്താൽ മതി. താഴെ ഭാഗത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം, അവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുകളിൽ നമ്മൾ തയ്ച്ച ഈ മടങ്ങി നിൽക്കുന്ന ഭാഗം അതൊന്ന് നിവർത്തിയിട്ട് ആ ഒരു അളവും കൂടി കൂട്ടിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാം. ഇനി ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഞാൻ സേവ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തുണി നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. മാർക്ക് ചെയ്തത് കണ്ടില്ല, നമ്മൾ ഈ ഒരു ഭാഗത്താണ് മാർക്ക് ചെയ്തത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത്.
ഇനി നമ്മൾ നീളത്തിന് ഇതേപോലെ മടക്കി വെച്ചപ്പോൾ നമ്മൾ സ്ലീവ് കിടക്കണ കണ്ടില്ല. അപ്പോൾ ഇത്രയും ഒരു 5 ഇഞ്ചോളം വീതിക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ നമുക്ക് തുണി സേവ് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിക്ക് മടക്കിയിട്ട് വേണം നമ്മൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ കാര്യത്തിൽ ഒറ്റക്കല്ല, ചുരിദാറാണെങ്കിലും നൈറ്റി ആണെങ്കിലും എന്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പരമാവധി നമുക്ക് എങ്ങനെയാണോ തുണി സേവ് ചെയ്യാൻ പറ്റുക അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ താഴെ ഞാൻ ഒരു ഇഞ്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം 1 ഇഞ്ച് നമുക്ക് അവിടെ താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. കൈക്കൂടെ ഒരു ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്താൽ മതി. മാർക്ക് ചെയ്യേണ്ടവർക്ക് മാർക്ക് ചെയ്യാട്ടോ. ഈ ഒരളവിൽ നമ്മൾ ചോക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. കാരണം ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ മടങ്ങി നിൽക്കും. ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മടങ്ങി നിൽക്കണ ഒരു തുണി ഉണ്ടല്ലോ അത് നിവർത്തിയിട്ട് ഞാൻ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്യുക, നിവർത്തിയിട്ട് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മടങ്ങി പോവും. നമ്മൾ ആ അളവാണ് എത്തിയാണ്ട് അത് കട്ട് ചെയ്യും. അപ്പോൾ ലെങ്ത്ത് കുറയാൻ സാധ്യത വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്തല്ലോ, ആ ഒരു സ്ലീവ് നേരെ നമ്മളിപ്പോൾ മടക്കിയതുപോലെ തന്നെ നല്ല തുണി, ഇത് ജോർജറ്റിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ ഇത് 4ആയിട്ട് തന്നെ നമ്മൾ ലൈനിങ് തുണി മടക്കിയതുപോലെ തന്നെ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുണി സേവ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അതേപോലെ നമ്മൾ മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അളവിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് കുഴിച്ച് കട്ട് ചെയ്യുക ഒന്നും ചെയ്യണില്ല. ഈ ഒരു കറക്റ്റ് അളവ് വെച്ചിട്ട് നമ്മൾ ലൈനിങ് തുണി നല്ല തുണിയും കൂടി കട്ട് ചെയ്ത് എടുക്കുകയാണ്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ചെയ്യാം. നമ്മൾ ഇതേപോലെ സ്ലീവ് ഒന്ന് വെച്ചിട്ട് നല്ല തുണിയും ലൈനിങ് തുണിയും ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പഴയ സ്ലീവിൻ്റെ ലേസ് അയച്ചെടുക്കുക കേട്ടോ. അയച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇനി നമുക്ക് പഴയ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കട്ടോ, കറക്റ്റാണോ നോക്കാം. പഴയ സ്ലീവിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ചാണ് നമുക്ക് തയ്ച്ചിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. താഴെ ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. മുകളിൽ അര ഇഞ്ചോട് കൂടിയിട്ടാണ് നമുക്ക് 17 ഇഞ്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്തിമ്മ 18 ഇഞ്ച് ലെങ്ത്ത് കിട്ടണം. അപ്പോൾ അത് നമുക്ക് കറക്റ്റാണോ നോക്കാം. ഇതേപോലെ മുകളിൽ നിന്ന് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് 18 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ ഇത് ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ വൈദ്യുതി പോകും കേട്ടോ. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് പീസും നല്ല തുണിയും കൂടി തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൈക്കൂടെ ഒരു ഭാഗവും 4 സൈഡും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. നല്ല നീറ്റായിട്ട് വെച്ചെടുക്കുക. മുട്ടുസൂചി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുത്തി കൊടുത്തിട്ട് നീങ്ങാത്ത രീതിയിൽ വെച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ലെവൽ ചെയ്ത് വെച്ചിട്ട് മുട്ടുസൂചി ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അവിടെ ഇവിടെയായിട്ടൊന്ന് മുട്ടുസൂചി കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെന്നി നീങ്ങൂല. പിന്നെ നമ്മൾ ഇതിൻ്റെ നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ ജോർജറ്റിൻ്റെ തുണിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരു 1/2 ഇഞ്ചൊക്കെ ഏറെ ഇട്ടിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കാരണം അധികം വന്നാലും നമുക്ക് അഥവാ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് ഏറെ ഇട്ടിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ തയ്ച്ചതിന് ശേഷം ഏറെല്ല ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഞാൻ ഈ തയ്ക്കണ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഏറെ തുണി ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ലൈനിങ് തുണി നല്ല തുണിയും കൂടി തമ്മിൽ ഇതേപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തു. ഏറെല്ല ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കൈക്കൂടെ ഈ ഒരു സെൻറ്റർ ഭാഗം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും നമ്മൾ ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇനി നിങ്ങൾക്ക് തയ്ക്കുമ്പോഴും തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ ഭയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ചുരിദാറിൻ്റെ സ്ലീവ് ഒന്ന് അഴിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ആ പഴയ സ്ലീവ് ഒന്ന് തുണിയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനിതിൻ്റെ ചുറ്റിലും തയ്ച്ച് എടുത്തു. ഇനി നമുക്കിത് നമ്മളെ ചുരിദാറുമേ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് എയർ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്, അവിടെ നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളത്. ലൈനിങ് തുണിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1/2 ഇഞ്ച് വെച്ചിട്ട് വേറൊരു രീതിക്കും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നീട് ഞാൻ അങ്ങനത്തെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് 2 സ്ലീവിൻ്റെ അറ്റവും മടക്കി തയ്ച്ചു. ഇനി നമ്മൾ സ്ലീവിൻ്റെ നല്ല വശത്ത് നമ്മൾ ലേസ് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ പഴയ സ്ലീവിന്മേ ലേസ് ഞാൻ അയച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിന്മേ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലേസ് താഴെ ഭാഗത്തേക്കാക്കി വെച്ചെടുത്തത് എന്താ വെച്ചാൽ അതിൻ്റെ നെറി ഭാഗം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചെടുക്കുക. എന്നാൽ നമുക്കത് ലെവൽ ചെയ്ത് കണ്ട് തയ്ക്കാൻ പറ്റും. വളയെ ഒന്നും ചെയ്യൂല കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു നെറി അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മറ്റേ സ്ലീവിന്മേൽ ലേസ് വെച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 2 സ്ലീവിന്മേൽ ഞാൻ പഴയ സ്ലീവിൻ്റെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് നമ്മൾ ചുരിദാറുമേ വെച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് വെറും 2 ഇഞ്ച് മാത്രമേ നമ്മൾ തുന്ന് അയച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ കൈക്കുഴിയുടെ ആ ഒരു റൗണ്ടിലുള്ള തുന്നു മാത്രം അയച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അയച്ചെടുത്താൽ മതി. ഇനി നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മളെ കൈക്കുഴിയുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും തമ്മിൽ നല്ല വശം ചേർത്തി വെച്ചിട്ട് ഇതേപോലെ തയ്ക്കുക. പിന്നെ ഞാനിപ്പോൾ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റി സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. ഇതേപോലെ ഒന്ന് ഫ്രണ്ട് ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഒന്നിങ്ങനെ കയറ്റി ഒന്ന് വെച്ചെടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണ്. അങ്ങനെയും ചെയ്യാമല്ല, നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇത് സെൻറ്ററിലേക്ക് കൊടുന്നിട്ട് വീണ്ടും ഈ ഒരു ഭാഗത്തേക്കും തയ്ച്ചിട്ട് നമ്മളിതാ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തി കൊടുത്തു. നമ്മളെ സ്ലീവ് ഇവിടെ ജോയിൻ്റ് ആയി കിട്ടി. കണ്ടില്ലേ, നമ്മളെ പഴയ സ്ലീവിൻ്റെ അതേപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് ജോയിൻ്റ് ചെയ്യേണ്ടത്. ഇനി 2 സ്ലീവും നമുക്ക് ഇതേപോലെ തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ലീവും കൂടി ഇനി ഇവിടെ ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ഇതേപോലെ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അത്ര ബുദ്ധിമുട്ടോ പ്രയാസമൊന്നുമില്ല. ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ നിന്ന് തയ്ക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നവരുണ്ടാവും അയൽവക്കത്തൊക്കെ. അപ്പോൾ ഞാനൊക്കെ അങ്ങനെ വന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ കീറിയതും ഇതാക്കിയതൊക്കെ തരുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 സ്ലീവ് ഞാൻ ഇതിന്മേൽ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി പഴയ സ്ലീവിൻ്റെ വീതി നോക്കിയിട്ട് സൈഡ് മൂട്ടിയെടുക്കണം. അപ്പോൾ താഴത്തെ വണ്ണം 6 ഇഞ്ച്, മുകളിൽ ഞാൻ ഇവിടുന്ന് 5 ഇഞ്ച് ഒരു ലെങ്ത്ത് കൊടുത്തിട്ട് അവിടുത്തെ ഒരു വീതിയും കൂടി എടുക്കുന്നുണ്ട് 7 ഇഞ്ച്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴത്തെ വണ്ണം 6 ഇഞ്ചാണ്. പഴയ സ്ലീവിൽ നിന്ന് നമ്മൾ അളന്നപ്പോൾ 6 ഇഞ്ച് കിട്ടി. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യാം. പിന്നെ മുകളിൽ നിന്നും ഒരു 5 ഇഞ്ച് താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ വണ്ണം കൂടി ഒന്ന് മാർക്ക് ചെയ്യുക 7 ഇഞ്ച്.
അപ്പോൾ ഈ ഒരു ഇവിടുത്തെ വണ്ണം ഞാൻ എപ്പോഴും ഞാൻ സ്ലീവിന് മാർക്ക് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ഇതൊന്നും മാർക്ക് ചെയ്യല, ഒരു സുമാറിൽ നമ്മൾ തയ്ച്ച് പോരലാണ്. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഷേപ്പിൽ കിടക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു ചെസ്റ്റിലേക്ക് ഇങ്ങനെ തയ്ച്ച് പോരുക. ഇനി ഇവിടെ കെട്ടിട്ട് നിർത്തുക. ആ സ്റ്റിച്ചുമ്പോൾ കൂടി തന്നെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. ഇതേപോലെ തന്നെ അങ്ങേ സൈഡും നമുക്ക് മൂട്ടിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്ലീവും നമ്മൾ തയ്ക്കുമ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. താഴെ ഭാഗം എത്രയാച്ചാൽ വണ്ണം എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. പിന്നെ മുകളിൽ നമ്മളെ ഒരു ഷേപ്പിൻ്റെ മസിലിൻ്റെ അവിടുത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെസ്റ്റിലേക്ക് നമ്മൾ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ സ്ലീവൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാവുക. പിന്നെ നമ്മുടെ വീഡിയോക്കുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.